بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഇന്ന് നാം പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത് സൂറത്തു സബയിലെ ആദ്യത്തെ 1-2 ആയത്തുകളാണ്. പേജ് നമ്പർ 428. സൂറത്തു സബഉം സൂറത്തു ഫാത്തിർ, ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ 5 സൂറത്തുകൾ, സൂറത്തുൽ ഫാത്തിഹ അടക്കം 5 സൂറത്തുകൾ ആരംഭിക്കുന്നത് ഹംദ് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ് എന്ന സ്തുതിവചനം കൊണ്ടാണ്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹ്ഫ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ. സൂറത്തു സബ ആദ്യത്തെ 2 ആയത്തുകളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കാം. ബിസ്മിയോട് അതിനെ വസ്ല് ചെയ്യുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദുലില്ലാഹ് എന്ന് ഹംസത്തുൽ വസ്ലിനെ ഒഴിവാക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അൽഹംദു, ഇതിൽ സാക്കിന മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അൽഹംദു, അവിടെ മീമ് മണിച്ചു പോകരുത്. അൽഹംദുലില്ലാഹില്ലദീ ലഹു, ഇവിടെ ഒക്കെയും എല്ലാ അക്ഷരവും തന്നെ തർക്കീഖ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. الذي له ما في السماوات وما في الأرض. له എന്നതിലെ ഹൗ ദ്വമീർ, സില എന്ന് പേര് പറയുന്ന ഹൗ ദ്വമീർ, അതിന് മദ്ദുസ്സില സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘം നൽകേണ്ടതാണ്. ലഹു മാ ഫിസ് السماوات وما في الأرض. അബദ്ധം വരുന്നൊരു ഹർഫാണ് വാവ്. വാവിൻ്റെ ഉച്ചാരണം വ്യക്തമായി 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. അത് താഴെ ചുണ്ട് മേലെ പല്ലും ചേർത്തുകൊണ്ട് വ എന്നായി പോകരുത്. ഉവ എന്ന ചുണ്ട് വൃത്താകൃതിയിലാക്കിക്കൊണ്ട് തന്നെ ഉച്ചരിക്കണം. വമാ ഫിൽ അർദ് എന്ന് പറയുമ്പോൾ ദ്വാദിന് കസ്റ് നൽകി ഉച്ചരിക്കായതിനാൽ കുറഞ്ഞ തഫ്ഖീമാണ് ദ്വാദിന് വരിക. ഇങ്ങനെ ഈ 2 അക്ഷരങ്ങൾക്ക് റാഇനും ദ്വാദിനും മാത്രമാണ് തഫ്ഖീം വരുന്നത്. വലഹുൽ ഹംദു, വലഹുൽ ഹംദു, അവിടെ ഹൗ ദ്വമീർ വന്നിട്ടുണ്ട് സില, പക്ഷേ ദീർഘം അല്പം പോലും വരികയില്ല. കാരണം ശേഷം ഉള്ള അക്ഷരത്തിന് സുക്കൂനാണ് എന്നതുകൊണ്ട്. വലഹുൽ ഹംദു, സാക്കിന മീം വീണ്ടും അൽഹംദു എന്ന പദമാണ് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഫിൽ ആഖിറ, ഇതിൽ ഖാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മാത്രം നൽകുക. റാഇന് തഫ്ഖീം പൂർത്തിയാക്കി നൽകുക. ഇത്രയും ഓതിയതിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച റാ, ദ്വാദ്, പിന്നെ ഇവിടെ ഖാ, റാ, ഇതല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വഹുവ, വഹുവ, വഹുവ പറയണ്ട, വഹുവ. വ്യക്തമായി വാവിനെ ഉച്ചരിക്കണം, നേരത്തെ സൂചിപ്പിച്ച പോലെ. വഹുവൽ ഹകീമുൽ ഖബീർ. അൽ ഹകീമു, ഹ അതിൻ്റെ മഖ്റജിൽ നിന്ന്
തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കണം. അൽ ഖബീർ, ഖാഇനെയും പൂർണ്ണമായി തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. തൊണ്ടയുടെ മേലേ അറ്റമാണ് ഇങ്ങേറ്റം. ഹൽക്കിയായ അക്ഷരങ്ങളാണ്, ശ്രദ്ധിച്ചോതുക. വഹുവ എന്ന് പറയുമ്പോൾ ഹാവും ഹൽക്കിയ അക്ഷരം തന്നെയാണ്. അൽ ഖബീർ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴുള്ള റാഇന് സുക്കൂൻ വരുന്നു വഖഫിന് വേണ്ടി. തൊട്ടു മുമ്പിൽ സാക്കിനായ യാവുമുണ്ട്. റാഇനെ തർക്കീഖ് ചെയ്യണം, നേർപ്പിച്ചുച്ചരിക്കണം. ര എന്ന ശബ്ദം, രായുടെ മലയാളത്തിലെ രായുടെ ശബ്ദം നൽകണം. അൽ ഖബീർ എന്ന് ഉച്ചരിക്കുക. യഅലമു, യഅലമു ഐൻ വ്യക്തമാക്കി ഉച്ചരിക്കുക. മാ യലിജു ഫിൽ അർദി, മാ യലിജു ഫിൽ അർദി. റാ ളാദ് നേരത്തെ സൂചിപ്പിച്ച പദമാണ്. തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ളാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മതി. വമാ യഖ്റുജു മിൻഹാ, വമാ യഖ് എന്ന് പറയുമ്പോൾ ഖാഇന് തഫ്ഖീം വരുന്നു, റാഇനും തഫ്ഖീം. വമാ യഖ്റുജു മിൻഹാ, മിൻഹാ സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി, മണിക്കാതെ വെളിവാക്കണം. വമാ യൻസിലു, സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കണം, മറച്ചു മണിക്കണം. വമാ യൻസിലു മിനസ്സമാഇ, മദ് മുത്തസിൽ വാജിബ് വന്നിരിക്കുന്നു. അലിഫിനെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. വമാ യൻസിലു മിനസ്സമാഇ വമാ യഅറുജു ഫീഹാ, വമാ യഅറുജു റാഇന് തഫ്ഖീം കൊടുക്കുക. വമാ യഅറുജു ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഐനിനെ അതിൻ്റെ മഖ്റജിൽ നിന്ന്, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കണം. തവസ്സുത്തിൻ്റെ ഹർഫാണ്. വമാ യഅറുജു ഫീഹാ, ഫീഹ എന്ന് അവസാനിപ്പിക്കുമ്പോൾ അലിഫിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രമേ കൊടുക്കാവൂ. ചിലർ വഖഫ് ചെയ്യുമ്പോൾ കൂടുതൽ നീട്ടും. അപ്പോൾ വമാ യഅറുജു, റു എന്ന് പറയുമ്പോൾ റായിനെ തഫ്ഖീം ചെയ്യണം. വഹുവർ റഹീമു, വഹുവർ റഹീമുൽ ഗഫൂർ. അർ റഹീമു റാഇ തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. തക്രീർ വരാതെ സൂക്ഷിക്കേണ്ട സന്ദർഭമാണ് റാഇന് ഷദ്ദുള്ളത് കൊണ്ട്. വഹുവർ റഹീമു, ഒറ്റ റാ ഉച്ചരിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. അർ എന്ന് വിറപ്പിക്കൽ പാടില്ല. അർ റഹീമു ഹാ വ്യക്തമാക്കി ഉച്ചരിക്കുക. അതുപോലെ അൽ ഗഫൂർ എന്ന് പറയുമ്പോൾ ഗായിന് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. പദത്തിൻ്റെ അന്ത്യത്തിലെ റാഇന് തഫ്ഖീം കൊടുക്കുക. റാഇന് സുക്കൂനാണ്. തൊട്ട് മുമ്പിൽ സാക്കിനായ വാവാണ്. ദമ്മിൻ്റെ ഹുക്മാണ് അവിടെ വരിക. അപ്പോൾ അൽ ഗഫൂർ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء
السماء وما يعرج فيها وهو الرحيم الغفور.